ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ വെച്ച് നടക്കുന്ന ആഗോള പ്രവാസി മലയാളി സംഗമത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? മൈഗ്രേഷൻ കോൺക്ലേവ് 2024. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ വെച്ച് നടക്കുന്ന ആഗോള പ്രവാസി മലയാളി സംഗമത്തിന് നൽകിയിരിക്കുന്ന പേരാണ് മൈഗ്രേഷൻ കോൺക്ലേവ് 2024. ജനുവരി 18 മുതൽ 21 വരെയാണ് മൈഗ്രേഷൻ കോൺക്ലേവ് 2024 നടക്കുന്നത്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് മഹാകവി പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? എം മുകുന്ദൻ. പ്രശസ്ത സാഹിത്യകാരനായ എം മുകുന്ദനാണ് മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് മഹാകവി പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിച്ചത്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് സാഹിത്യവേദിയാണ് പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം നൽകുന്നത്. സംസ്ഥാനത്തെ മികച്ച സംസ്കൃത പണ്ഡിതനുള്ള OK മുൻഷി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി. ഡോക്ടർ പി നാരായണൻ നമ്പൂതിരിക്കാണ് സംസ്ഥാനത്തെ മികച്ച സംസ്കൃത പണ്ഡിതനുള്ള OK മുൻഷി പുരസ്കാരം ലഭിച്ചത്. കാലിക്കറ്റ് സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസറാണ് ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി. സംസ്ഥാനത്ത് സിഗ്നലുകളില്ലാത്ത ആദ്യത്തെ പ്രധാന റോഡ് ഏതാണ്? ദേശീയപാത 66. സംസ്ഥാനത്ത് സിഗ്നലുകളില്ലാത്ത ആദ്യത്തെ പ്രധാന റോഡാണ് ദേശീയപാത 66. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെയുള്ള 603 കിലോമീറ്റർ 6 വരി പാതയാണ് സിഗ്നലുകളൊന്നുമില്ലാതെ നിർമ്മിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ അർജന്റീന ഏത് മാസത്തിലാണ് കേരളത്തിൽ കളിക്കുവാൻ സന്നദ്ധത അറിയിച്ചത്? 2025 ഒക്ടോബർ. ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ അർജന്റീന 2025 ഒക്ടോബർ മാസത്തിലാണ് കേരളത്തിൽ കളിക്കുവാൻ സന്നദ്ധത അറിയിച്ചത്. കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹിമാനാണ് ഇത് സംബന്ധിച്ച വിവരം അറിയിച്ചത്. പ്രശസ്ത വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിന്റെ ഗവേഷണ കേന്ദ്രം ഇന്ത്യയിൽ സ്ഥാപിതമായത് എവിടെയാണ്? ബംഗളൂരു. ബംഗളൂരുവിലാണ് പ്രശസ്ത വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിന്റെ ഗവേഷണ കേന്ദ്രം ഇന്ത്യയിൽ സ്ഥാപിതമായത്. ബംഗളൂരു വിമാനത്താവളത്തിനടുത്തുള്ള ദേവനഹള്ളിയിലെ ഹൈടെക് എയറോസ്പേസ് പാർക്കിലാണ് ബോയിങ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെന്റർ എന്ന പേരിൽ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത്. അമേരിക്കയ്ക്ക് പുറത്തുള്ള ബോയിങ്ങിന്റെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രമാണ് ബംഗളൂരുവിലേത്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി KRERA-യുടെ അംഗമായി നിയമിക്കപ്പെട്ട മുൻ DGP ആരാണ്? ഡോക്ടർ ബി സന്ധ്യ. മുൻ കേരള DGP ആയ ഡോക്ടർ ബി സന്ധ്യയാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി KRERA-യുടെ അംഗമായി നിയമിച്ചത്. രണ്ടായിരത്തി 2023 ലോകത്ത് സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ കമ്പനി ഏതാണ്? ആപ്പിൾ. ആപ്പിൾ കമ്പനിയാണ് 2023 ലോകത്ത് സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ കമ്പനി. 12 വർഷമായി 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്ന ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ്ങിനെ പിന്തള്ളിയാണ് അമേരിക്കൻ കമ്പനിയായ ആപ്പിൾ 1-ാം സ്ഥാനത്ത് എത്തിയത്.
കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ ആദിവാസി മേഖലകളിലേക്ക് ഫുട്ബോൾ പരിശീലനത്തിനായി നടത്തുന്ന യാത്രയുടെ പേരെന്താണ്? സോക്കർ സഫാരി. കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ ആദിവാസി മേഖലകളിലേക്ക് ഫുട്ബോൾ പരിശീലനത്തിനായി നടത്തുന്ന യാത്രയുടെ പേരാണ് സോക്കർ സഫാരി. 13th ഫൗണ്ടേഷൻ എന്ന കൂട്ടായ്മയ്ക്ക് കീഴിൽ മുൻ കേരള താരങ്ങളായ CK വിനീത്, റിനോ ആൻഡോ എന്നിവരാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദിവാസി മേഖലകളിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. ഇതിനായി രൂപീകരിച്ച അക്കാദമിയാണ് F13 അക്കാദമി. ക്രിക്കറ്റിൽ സ്പിൻ ബൗളിംഗിൽ പരിശീലനം നൽകുന്നതിനായി കേരളത്തിൽ സ്പിൻ അക്കാദമി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കൊച്ചി. കേരളത്തിൽ കൊച്ചിയിലാണ് ക്രിക്കറ്റിൽ സ്പിൻ ബൗളിംഗിൽ പരിശീലനം നൽകുന്നതിനായി സ്പിൻ അക്കാദമി സ്ഥാപിതമാകുന്നത്. തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ സ്പിൻ അക്കാദമി സ്ഥാപിക്കുന്നത്. ശ്രീലങ്കയുടെ സ്പിൻ ബൗളർ മുത്തയ്യ മുരളീധരനാണ് അക്കാദമിക്ക് തറക്കല്ലിട്ടത്. അഴിമതി കേസിൽ പെട്ടതിനെ തുടർന്ന് രാജിവെച്ച സിംഗപ്പൂർ ഗതാഗത മന്ത്രിയും ഇന്ത്യൻ വംശജനുമായ വ്യക്തി ആരാണ്? S. ഈശ്വരൻ. അഴിമതി കേസിൽ പെട്ടതിനെ തുടർന്ന് രാജിവെച്ച സിംഗപ്പൂർ ഗതാഗത മന്ത്രിയും ഇന്ത്യൻ വംശജനുമായ വ്യക്തിയാണ് S. ഈശ്വരൻ. കേരള യുവജന കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നത് ഏത് പ്രായത്തിലാണ്? 36 മുതൽ 40 വയസ്സുവരെയുള്ള പ്രായത്തിൽ. കേരള യുവജന കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നത് 36 മുതൽ 40 വയസ്സുവരെയുള്ള പ്രായത്തിലാണ്. കേരള യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജറാണ്. 7ാമത് ദേശീയ ആട്യ പാട്യ ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏതാണ്? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി സംസ്ഥാനമാണ് 7ാമത് ദേശീയ ആട്യ പാട്യ ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം. സീനിയർ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് ഇരു വിഭാഗത്തിലും പോണ്ടിച്ചേരി ചാമ്പ്യന്മാരായത്. കേരളത്തിൽ കോഴിക്കോട് വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. കുഫോസിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ എത്ര ശതമാനം പ്രദേശത്താണ് ഉയർന്ന തോതിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളത്? 13%. കുഫോസിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 13% പ്രദേശത്താണ് ഉയർന്ന തോതിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളത്. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല എന്നതാണ് കുഫോസിന്റെ പൂർണ്ണ രൂപം. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഡീപ്പ് ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് കുഫോസ് ഈ പഠനം നടത്തിയത്. അടുത്തിടെ മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാകർതൃ ചുമതല കൂടി നൽകിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. തെലങ്കാന സംസ്ഥാനമാണ് അടുത്തിടെ മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാകർതൃ ചുമതല കൂടി നൽകിയ സംസ്ഥാനം. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇതുപോലെ മന്ത്രിമാർക്ക് ഓരോ ജില്ലകളുടെ രക്ഷാധികാരി ചുമതല മുൻപ് നൽകിയിട്ടുണ്ട്. തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. യാത്രക്കാർക്ക് ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി KSRTC പുതുതായി പുറത്തിറക്കുന്ന ആപ്ലിക്കേഷന്റെ പേരെന്താണ്? വേർ ഈസ് മൈ KSRTC ആപ്പ്. യാത്രക്കാർക്ക് ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി KSRTC പുതുതായി പുറത്തിറക്കുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് വേർ ഈസ് മൈ KSRTC ആപ്പ്.
മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ടുകളിൽ നിന്ന് അടിയന്തര സന്ദേശങ്ങൾ അയക്കുന്നതിനായി ISRO വികസിപ്പിച്ച സംവിധാനം ഏതാണ്? ഡിസ്ട്രസ് അലേർട്ട് ട്രാൻസ്മിറ്റർ, DAT. മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ടുകളിൽ നിന്ന് അടിയന്തര സന്ദേശങ്ങൾ അയക്കുന്നതിനായി ISRO വികസിപ്പിച്ച സംവിധാനത്തിന്റെ പേരാണ് ഡിസ്ട്രസ് അലേർട്ട് ട്രാൻസ്മിറ്റർ, DAT. 2024 ജനുവരിയിൽ അരങ്ങേറ്റ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നേടിയ വെസ്റ്റ് ഇൻഡീസ് താരം ആരാണ്? ഷമർ ജോസഫ്. വെസ്റ്റ് ഇൻഡീസ് താരമായ ഷമർ ജോസഫ് ആണ് 2024 ജനുവരിയിൽ അരങ്ങേറ്റ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നേടിയ വെസ്റ്റ് ഇൻഡീസ് താരം. ഓസ്ട്രേലിയയുടെ ഓപ്പണർ സ്റ്റീവ് സ്മിത്തിനെയാണ് ഷമർ ജോസഫ് ആദ്യ പന്തിൽ തന്നെ പുറത്താക്കിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമായ ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റത്തിന്റെ പേരെന്താണ്? ഗംഗ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമായ ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റത്തിന്റെ പേരാണ് ഗംഗ. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം സൈനിക ശക്തിയുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 4ാം റാങ്ക്. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം സൈനിക ശക്തിയുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് 4ാം റാങ്കാണ്. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം സൂര്യനമസ്കാരം നടത്തിയതിന്റെ ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ചത്? ഗുജറാത്ത്. ഗുജറാത്ത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം സൂര്യനമസ്കാരം നടത്തിയതിന്റെ ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ചത്. മൊതേര സൂര്യക്ഷേത്രത്തിലും പരിസരത്തെ 108 ലൊക്കേഷനുകളിലുമായി ജനുവരി 1-നാണ് സൂര്യനമസ്കാരം സംഘടിപ്പിച്ചത്. 4000-ലധികം ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഒരേ സമയം സൂര്യനമസ്കാരം നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈ ടു ഗോവ. ദേശീയപാത 66. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈ ടു ഗോവ, ദേശീയപാത 66. സ്റ്റീൽ വ്യവസായത്തിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ കൂടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രകൃതി സൗഹൃദ റോഡാണ് സ്റ്റീൽ സ്ലാഗ് റോഡുകൾ. കതിരവൻ എന്ന പേരിൽ നിർമ്മിക്കുന്ന ചിത്രം ഏത് പ്രശസ്ത വ്യക്തിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണ്? അയ്യങ്കാളി. അയ്യങ്കാളിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പേരാണ് കതിരവൻ. കേരള വനം വന്യജീവി വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? KM ബാലകൃഷ്ണൻ. KM ബാലകൃഷ്ണനാണ് കേരള വനം വന്യജീവി വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം ലഭിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന് നൽകിയ മികച്ച പ്രവർത്തനങ്ങളാണ് KM ബാലകൃഷ്ണനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. രാജ്യാന്തര പ്ലാസ്റ്റിക് സർജൻമാരുടെ നേതൃത്വത്തിൽ മൂക്കിന്റെ ഭംഗി കൂട്ടുന്നതിനായുള്ള റൈനോപ്ലാസ്റ്റി ദേശീയ ശില്പശാല നടക്കുന്നത് എവിടെ വെച്ചാണ്? കൊച്ചി. കൊച്ചിയിൽ വെച്ചാണ് രാജ്യാന്തര പ്ലാസ്റ്റിക് സർജൻമാരുടെ നേതൃത്വത്തിൽ മൂക്കിന്റെ ഭംഗി കൂട്ടുന്നതിനായുള്ള റൈനോപ്ലാസ്റ്റി ദേശീയ ശില്പശാല നടക്കുന്നത്. എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ വെച്ച് ഫെബ്രുവരി 23 മുതൽ 25 വരെയാണ് ശില്പശാല നടക്കുന്നത്.
ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഗസറ്റഡ് ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ മലയാളി ആരാണ്? പി മുരളീധരൻ. പി മുരളീധരനാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഗസറ്റഡ് ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ മലയാളി. ഭിന്നശേഷി വിഭാഗക്കാർക്ക് മാത്രമായുള്ള ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ പേരെന്താണ്? തന്മുദ്ര. ഭിന്നശേഷി വിഭാഗക്കാർക്ക് മാത്രമായുള്ള ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ പേരാണ് തന്മുദ്ര ക്യാമ്പയിൻ. യുണിക് ഡിസാബിലിറ്റി ID എന്നതാണ് UDIDയുടെ പൂർണ്ണരൂപം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ ഏവിയേഷൻ ഇവന്റായ വിങ്സ് ഇന്ത്യ 2024 നടക്കുന്നത് എവിടെ വെച്ചാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിൽ വെച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ ഏവിയേഷൻ ഇവന്റായ വിങ്സ് ഇന്ത്യ 2024 നടക്കുന്നത്. ഹൈദരാബാദിലെ ബീഗം പേട്ട് എയർപോർട്ടിൽ വെച്ച് ജനുവരി 18 മുതൽ 21 വരെയാണ് വിങ്സ് ഇന്ത്യ 2024 നടക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ബാംഗ്ലൂർ വികസിപ്പിച്ച SARS-CoV-2 എതിരായ സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാവുന്ന വാക്സിന്റെ പേരെന്താണ്? RS-2 വാക്സിൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ബാംഗ്ലൂർ വികസിപ്പിച്ച SARS-CoV-2 എതിരായ സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാവുന്ന വാക്സിന്റെ പേരാണ് RS-2 വാക്സിൻ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.